നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 23-ാം തീയതി 1201 ആണ്ട് കന്നിമാസം 7-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം ഉദയ നക്ഷത്രം അത്തമാണ്. അത്ത നക്ഷത്രം ശുഭനക്ഷത്രമാണ് എങ്കിലും ദിവസം ചൊവ്വാഴ്ചയാണ്. ചൊവ്വ പാവഗ്രഹങ്ങളിൽ വളരെ ശക്തനായിട്ടുള്ള ഗ്രഹമാണ്. അതുകൊണ്ടാണ് ചൊവ്വാഴ്ചയെ നമ്മളെപ്പോഴും ചില ആഴ്ചകളെ മാറ്റി നിർത്തും. അന്ന് ചൊവ്വയ്ക്ക് ആധിക്യമുള്ള ദിവസമാണ്, ചൊവ്വയുടെ അധീനതയിലുള്ള ദിവസമാണ്. അപ്പോൾ ചൊവ്വയുടെ അനുവാദമില്ലാതെ, ചൊവ്വയ്ക്ക് ഇഷ്ടമില്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചൊവ്വ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ശുഭ ദിവസങ്ങൾ ശുഭ കാര്യങ്ങൾക്ക് എടുക്കുന്നതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ ചൊവ്വയെ നമുക്ക് ഇന്ന് അനുകൂലമല്ലാത്തത് കൊണ്ട് നമ്മളാകിലും ശുഭകാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. നക്ഷത്രം കൊള്ളാമെങ്കിൽ പോലും ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. അപ്പോൾ നമ്മൾ ഓരോ കാര്യത്തിന് പോകുമ്പോൾ സൂക്ഷിച്ചായിരിക്കണം യാത്ര തിരിക്കേണ്ടത്. അല്ലെങ്കിൽ വണ്ടി യാത്ര ചെയ്യുമ്പോൾ ആക്സിഡൻറ്റ് വരാം, ചില വഴക്ക് പ്രശ്നങ്ങൾ വരാം, മേലുദ്യോഗസ്ഥരുടെ അപ്രീതിക്ക് പാത്രീഭവിക്കാം. അതൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇന്നത്തെ ദിവസം സൂക്ഷിച്ച് ഓരോ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മളെ മനസ്സിൽ എപ്പോഴും ഇതിരിക്കണം, എനിക്കിന്ന് നല്ല ദിവസമല്ല, അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ച് സംസാരിച്ചാൽ മതി. ഒരു കാര്യം ആരെങ്കിലും ദേഷ്യപ്പെട്ടാൽ തന്നെ അത് ചിരിച്ച മനോഭാവത്തോടു കൂടി, ആ മുഖത്തോടു കൂടി നമ്മൾ അതിനെ പ്രതികരിക്കുമ്പോൾ അവരിൽ നിന്ന് ആ ദേഷ്യഭാവം മാറും, നമുക്കുള്ള ശത്രുത കുറയും. അന്നത്തെ ദിവസം നമുക്ക് കൊള്ളാത്തതുകൊണ്ട് നമ്മൾ ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത്. അതേപോലെ തന്നെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, കന്നിമാസത്തിലെ അത്ത നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു വർഷമാണ്. ആക്സിഡൻറ്റ് വരാം, അല്ലെങ്കിൽ സർജറിക്ക് വിധേയമാവാം, അതുപോലെ തന്നെ കേസ് വഴക്കുകളിൽ പെടാം, പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ വരാം, സഹോദരങ്ങളുമായിട്ട് അഭിപ്രായ ഭിന്നത ഉണ്ടാവാം, സഹോദരങ്ങളിൽ നിന്ന് അകന്ന് താമസിക്കാൻ ഇടവരാം, സഹോദര തുല്യരായവർ അകന്നു പോവാം. ഇതിനൊക്കെ ഇടയുള്ള സാഹചര്യമായതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കിതിനെ അതിജീവിച്ച് പോകാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇതുപോലെ ദോഷഭാവങ്ങൾ വരും. ഇങ്ങനത്തെ ചില ദിവസങ്ങളിൽ നമുക്കൊരു വർഷത്തിൽ എല്ലാ ദിവസവും ഒന്നും ഉത്തമമായി വരത്തില്ല. അങ്ങനെ ഒരു ദോഷ സമയം നമുക്ക് വന്നു പെട്ടാൽ പ്രത്യേകിച്ച് ഒരു വാർഷിക ഫലത്തെ ചിന്തിക്കേണ്ടതാണ്. ബർത്ത്ഡേ കൊണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ അതിജീവിച്ച് പോകാനുള്ളതായിട്ടുള്ള പരിഹാരം ചെയ്യണം. അത് മുരുക ക്ഷേത്രത്തിലെ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, അർച്ചന ഇവ നടത്തണം. അതേപോലെ ഈ അർച്ചനയ്ക്ക് കൊടുക്കുന്നതിനൊപ്പം തന്നെ സുബ്രഹ്മണ്യ യന്ത്രം മൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത്, മൃത്യുഞ്ജയ യന്ത്രം കെട്ടുന്നത് ആക്സിഡൻറ്റോ മറ്റ് അപകടങ്ങളോ ഒന്നും തന്നെ വരാതിരിക്കാൻ വേണ്ടി, സർജറി ഒന്നും വരാതിരിക്കാൻ വേണ്ടി കെട്ടിധരിക്കുക. അപ്പോൾ ഒരു പ്രൊട്ടക്ഷനായിട്ട് ഒരു വർഷക്കാലവും നമ്മളെ സംരക്ഷിക്കും. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. 3 മണി മുതൽ 4:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് കോമൺ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അത് നോക്കിയിട്ട് യാത്ര തിരിക്കരുത്. ഇന്ന് രാവുകാല സമയം ആരംഭിക്കുന്നത് ശരിക്ക് രാവുകാല സമയം ആരംഭിക്കുന്നത് 3:17 തൊട്ട് 4:47 വരെയാണ്. 4:00 തീരൂല. അപ്പോൾ ഒരു 17 മിനിറ്റിൻ്റെ വ്യത്യാസം നിൽക്കുകയാണ്. അത് നോക്കി വേണം യാത്ര തിരിക്കാൻ. അപ്പോൾ ശുഭയാത്രയ്ക്ക് തുടങ്ങുമ്പോൾ രാവുകാല യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ. നമുക്ക് ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ലാത്ത രണ്ട് സമയങ്ങളാണ് യമകണ്ഠൻ്റെയും ഗുളികൻ്റെയും കാലഘട്ടം. ഇത് പ്രപഞ്ചം അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവരുടെ മാർഗമധ്യേ നമ്മൾ കയറാതിരിക്കുക. അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ കയറി അതിക്രമിച്ച് ചെല്ലാതിരിക്കുക. ആ സമയം വരുന്നത് തന്നെ ശരിക്കും ഗുളികകാല സമയം വരുന്നത് 12:17 തൊട്ട് 1:47 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 9:17 തൊട്ട് 10:47 വരെയും. ഈ സമയം ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ, ചിലപ്പോൾ പലപ്പോഴും വിദേശത്തൊക്കെ ഇരിക്കുന്നവർക്ക് ചില എഗ്രിമെൻറ്റുകൾ ഇന്നത്തെ ദിവസം തന്നെ ഒരാളിനെ കണ്ടു ഒരു കോൺട്രാക്റ്റിൽ ഒപ്പിടേണ്ടി വരും. അപ്പോൾ നമുക്ക് രാവുകാലവും ഗുളികകാലവും ഇന്നത്തെ ദിവസവും ഒക്കെ നോക്കിക്കൊണ്ടിരുന്നാൽ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം?
അപ്പോഴാണ് നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കാം. എല്ലാ ദിവസവും 2 നാഴിക നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അപ്പോൾ അഭിജിത്ത് മുഹൂർത്ത സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. ഇന്ന് അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് ശരിക്ക് 11:53 തൊട്ട് 12:41 വരെ 48 മിനിറ്റ് നേരം. ഇതിൽ ഇടയ്ക്കൊരു 4 മിനിറ്റ് നേരത്തിന് കൊള്ളാതെ ഉള്ളൂ. 44 മിനിറ്റും നമുക്ക് ശുഭകാര്യത്തിനെടുക്കാം. ഒരു പോസിറ്റീവ് കവചം നിൽക്കുന്ന സമയമാണ്. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ചൊവ്വയുടെ കളറായ റെഡ് കളറ് നമ്മൾ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. റെഡ് മിക്സായിട്ടുള്ള കളറോ ധരിക്കുന്നത് ചൊവ്വയുടെ നെഗറ്റീവ് ആക്കാതിരിക്കാനും ചൊവ്വയിൽ നിന്ന് പോസിറ്റീവ് എനർജി പ്രപഞ്ചത്തിൽ നിന്ന് ഉൾക്കൊള്ളാനും വസ്ത്രത്തിന് കഴിവുണ്ട്. അപ്പോൾ വസ്ത്രത്തിൽ നമുക്ക് അങ്ങനെ വസ്ത്രത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ചിലപ്പോൾ യൂണിഫോം പോലെ പലപ്പോഴും ധരിക്കേണ്ടി വരും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് വസ്ത്രം കണ്ടെടുക്കുമ്പോൾ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു ചുവന്ന തുണി കയ്യിൽ കരുതുക. അത് നിങ്ങൾക്ക് ഭാഗ്യത്തെ തരാൻ സഹായിക്കും. നമ്മളെ ദോഷത്തെ കുറയ്ക്കും, തടസ്സത്തെ കുറയ്ക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.